എന്തിനാണ് പവർ വ്യൂ എന്ന് പറയുന്നത്? പവർ വ്യൂ എന്ന് പറയുന്നത് നമ്മുടെ ടേബിളിനെ കുറച്ചും കൂടി ഇൻട്രാക്റ്റീവ് ആയിട്ടൊരു ചാർട്ട് ഫോർമാറ്റിലോട്ടോ അല്ലെങ്കിൽ മാപ്പോ ഒക്കെ കൊടുത്ത് കുറച്ചും കൂടി ഭംഗിയാക്കിയൊരു നമുക്ക് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവുന്ന വിധത്തിൽ ആക്കുന്നതിനെയാണ് നമ്മൾ പവർ വ്യൂ യൂസ് ചെയ്യുന്നത്. അപ്പോൾ പവർ വ്യൂ കിടക്കുന്നത് നമ്മുടെ ഇൻസേർട്ട് ടാബിനകത്ത് ആണ് കിടക്കുന്നത്. റിപ്പോർട്ട് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പിനകത്തുള്ളതാണ് പവർ വ്യൂ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് റിപ്പോർട്ട് എന്ന് പറയാൻ കാണാം. അതിന് തൊട്ട് മുകളിലായിട്ട് പവർ വ്യൂ എന്ന് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം നമ്മുടെ ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. അതായത് ഞാനിപ്പോൾ കുറച്ച് ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, ഡേറ്റ്, സിറ്റി, കൺട്രി എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇനി ഇത് നമ്മൾ ആദ്യം ഫസ്റ്റ് സെലക്ട് ചെയ്യണം. നമ്മൾ ആദ്യം സെലക്ട് ചെയ്യാണ്. ഓക്കെ, ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞ ശേഷം നമ്മൾ ഇൻസേർട്ട് ടാബിനകത്ത് പോയി പവർ വ്യൂ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ പവർ വ്യൂ ക്ലിക്ക് ചെയ്തപ്പോൾ ഒരു പുതിയൊരു പേജ് നമ്മളോട്ട് വന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും ഷീറ്റ് 1, ഷീറ്റ് 5 പവർ വ്യൂ എന്ന് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ കാണുന്നത് അതിൻ്റെ ഒരു കൊടുത്തിരിക്കുന്നതിൻ്റെ ഒരു വ്യൂ ആണ്, റിപ്പോർട്ടായിട്ടാണ് കാണുന്നത്. ഇനി ഇതെല്ലാം നമുക്ക് ഇതിൻ്റെ ഫോർമാറ്റ് വേണമെങ്കിൽ മാറ്റി കൊടുക്കാം. നമുക്ക് ടൈറ്റിൽ ആഡ് ചെയ്യാം. നമുക്ക്. ഓക്കെ, ഇനി ഇതുപോലെയല്ല നമുക്ക് വേണ്ടെങ്കിൽ ഇതിന്റെ സൈഡിലായിട്ടാണ് അതിന്റെ ഫീൽഡുകളെല്ലാം കിടക്കുന്നത്. ഇത് നമ്മുടെ ടേബിളിന്റെ താഴെയായിട്ട് ഫീൽഡുകൾ കിടക്കുന്നുണ്ട്. അപ്പൊ ടിക്ക് ചെയ്തതാണ് ഇവിടെ കാണുന്നത്. നമ്മൾ ആ ടിക്ക് മാറ്റുമ്പോഴത്തേനും അവിടെ മാറ്റം വരും. അപ്പൊ ഞാൻ ഇവിടുത്തെ ടിക്ക് എല്ലാം മാറ്റാണ്. ഓക്കെ, ഇപ്പൊ ടിക്ക് മാറ്റിയപ്പോഴത്തേനും നമ്മുടെ അതെല്ലാം പോയി. ഇനി നമുക്ക് ആവശ്യമുള്ളതിന് മാത്രം ഡീറ്റെയിൽസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ആദ്യം യൂണിറ്റ് സോൾഡ് എന്നുള്ളത് മാത്രം ഞാൻ കൊടുക്കുകയാണ്. അപ്പോൾ അതിവിടെ ഇങ്ങനെ ഒരു ചെറിയൊരു ഭാഗമായിട്ട് വന്നു. അത് നമുക്ക് ഈ കാർഡ് ഫോർമാറ്റ് ഉണ്ട്, അതുപോലെ മെട്രിക്സ് ഫോർമാറ്റ് ഉണ്ട്. ഇപ്പോൾ ഇത് കിടക്കുന്നത് ഇത് മെട്രിക്സ് ഫോർമാറ്റ് ആണ് കിടക്കുന്നത്. അതെല്ലാം നമ്മൾ കാർഡ് ഫോർമാറ്റ് എടുക്കുകയാണെങ്കിൽ ഈ ഒരു പാറ്റേൺ കാണാം. നിങ്ങൾ സാധാരണ ഒരു ഇമേജ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇന്നത്തെ ഈ ഡാഷ്ബോർഡിന്റെ അകത്ത് നിങ്ങൾ ഇതുപോലെ ഒരു ഇത് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിനെ പറയുന്നതാണ് കാർഡ് ഫോർമാറ്റ് എന്ന് പറയുന്നത്. ദെൻ ഇതിന്റെ സൈസ് നമുക്ക് കൂട്ടി കൊടുക്കാം. ഇവിടെ നമുക്ക് അതിന്റെ ഓപ്ഷൻ ഉണ്ട്, അത് കൂട്ടാം. ഇനി നമുക്ക് ഇതിനകത്ത് ചാർട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ ചാർട്ട് വേണമെന്ന് ഞാനിപ്പോൾ സെയിൽസ് എമൗണ്ടും അതുപോലെ പ്രോഫിറ്റ് ആയിട്ട് ഞാൻ കൊടുക്കാണ് ചാർട്ട്. അപ്പോൾ ഇത് സമ്മായിട്ട് ഇതിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഇവിടെ സം എന്നാണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അത് നമുക്ക് മാറ്റാൻ വേണമെങ്കിൽ ഏത് ഫംഗ്ഷൻസ് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അതായത് നിങ്ങൾക്ക് ഇവിടെ താഴെയായിട്ട് ടൈൽ ബൈ അതുപോലെ ഫീൽഡ് നമുക്ക് കാണാൻ പറ്റും. ഫീൽഡിനകത്ത് നമ്മൾ രണ്ടെണ്ണം സെലക്ട് ചെയ്തിരിക്കുന്നത് സെയിൽസ് എമൗണ്ടും അതുപോലെ പ്രോഫിറ്റ് ആണ്. അപ്പോൾ അതിനകത്ത് ഇവിടെ ഒരു ആരോ ബട്ടൺ നിങ്ങൾക്ക് കാണാം. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരുപാട് ഫോർമുലാസ്, അതായത് സമ്മ്, ആവറേജ്, മിനിമം. അപ്പോൾ ഇപ്പോൾ ഇതിനകത്ത് കിടക്കുന്നത് സമ്മ. ഇനി അതല്ല നമുക്ക് ആ ഒരു വാല്യൂസ് മൊത്തം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഡു നോട്ട് സമ്മറൈസ് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു സെയിൽസ് എമൗണ്ടും പ്രോഫിറ്റ് അവിടെ കൊടുത്ത അതേ വാല്യൂസ് നമുക്ക് ഇവിടെ കിട്ടും. ദെൻ നമുക്ക് അവിടെ ടോട്ടൽ കിട്ടും. സെയിൽസ് എമൗണ്ടിന്റെയും പ്രോഫിറ്റിന്റെയും ടോട്ടൽ നമുക്ക് അവിടെ കിട്ടും. അപ്പം നമുക്ക് ഈ പ്രോഫിറ്റിന്റെയും കൂടി നമുക്ക് ഡു നോട്ട് സമ്മറൈസ് കൊടുത്താൽ മതി. അപ്പോൾ ആ ടോട്ടൽ മൊത്തമായിട്ട് പോകും. ഇനി ഇത് നമുക്ക് ചാർട്ടാക്കി മാറ്റാൻ പറ്റും. അതിന് ജസ്റ്റ് സെലക്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിനെ ചാർട്ടാക്കി മാറ്റണം. അപ്പോൾ ചാർട്ടാക്കി മാറ്റുമ്പോഴത്തേനും നമ്മൾ അതിനെ വീണ്ടും നമ്മൾ ഡു നോട്ട് സമ്മറൈസ് എന്നുള്ളത് മാറ്റിയിട്ട് സമ്മാക്കി കൊടുക്കാം. ഓക്കെ, സമ്മാക്കി കൊടുത്ത ശേഷം നമുക്കിവിടെ ചാർട്ടിന്റെ ഓപ്ഷൻ കൊടുക്കുന്നുണ്ട്. നമുക്ക് ഏത് ചാർട്ട് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ക്ലസ്റ്റേർഡ് ബാർ കൊടുക്കാം. ക്ലസ്റ്റേർഡ് ബാർ വർക്ക് ചെയ്തു. ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്താൽ മതി. ഓക്കെ, ദെൻ നമുക്കതിനെ വേണമെങ്കിൽ ആവറേജ് ആയിട്ട് കൊടുക്കോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് കൊടുക്കാം. ആവറേജ് ആയിട്ട് കൊടുത്താൽ ഇതുപോലെ ഇരിക്കും. അപ്പം നമുക്ക് പലതരത്തിലുള്ള ഫങ്ഷൻസ് നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റും. ഇനി ഇത് കൂടാതെ നമുക്ക് ഇതിനകത്ത് മാപ്പ് കൊണ്ടുവരാൻ പറ്റും. അതായത് സിറ്റി അത് ടിക്ക് കളഞ്ഞിട്ട് നമ്മൾ എപ്പോഴും ഇത് ആക്റ്റീവായിട്ട് കിടക്കണം. അപ്പോൾ ആക്റ്റീവ് മാറ്റിയ ശേഷം വേണം നമ്മൾ അടുത്തത് സെലക്ട് ചെയ്യാൻ. അല്ലെങ്കിൽ അതിൻ്റെ മുകളിൽ തന്നെ വരിക അതിൻ്റെ വരിക. അപ്പോൾ നമ്മൾ വേറെ എടുത്തു. ദെൻ ഞാൻ സിറ്റി എടുത്തു കഴിഞ്ഞാൽ ദെൻ കൺട്രി കൊടുക്കുവാണ്.
അത് കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് ഒന്ന് മാപ്പ് ക്ലിക്ക് ചെയ്യുന്നുള്ളൂ. മാപ്പ് ക്ലിക്ക് ചെയ്തപ്പോഴത്തേനും നമുക്കത് ആ ഒരു ഡാറ്റ നമുക്ക് മാപ്പായിട്ട് മാറി. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് പവർ വ്യൂ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ജസ്റ്റ് ഒരു റഫായിട്ട് തന്നിട്ടുള്ളൂ. ശരിക്കും ആൾക്കാർ ഡാറ്റാസ് കറക്റ്റ് വാലിഡ് ഡാറ്റ ആയിട്ട് യൂസ് ചെയ്യുന്നവർക്ക് ഇതുപോലെ നമുക്ക് സെയിൽസ് ഡാഷ്ബോർഡ് നമുക്ക് എളുപ്പത്തിൽ നമുക്ക് പവർ വ്യൂ വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇനി നെക്സ്റ്റ് ടോപ്പിക് എന്ന് പറയുന്നത് പൈവോട്ട് ടേബിൾ ആണ്. പൈവോട്ട് ടേബിളും പവർ വ്യൂവും തമ്മിൽ കുറച്ചൊക്കെ വ്യത്യാസങ്ങളേ ഉള്ളൂ. സംഭവം എന്താണ്, നമ്മുടെ ഡാറ്റാസിനെ കുറച്ചും കൂടി സമ്മറൈസ് ആക്കുക എന്നതാണ് പൈവോട്ട് ടേബിൾ യൂസ് ചെയ്യുന്നത്. അതായത് നമ്മുടെ സാധാ ടേബിൾ എന്ന് പറയുന്നത് ഫിക്സഡും അതുപോലെ ഡീറ്റെയിൽഡ് ആയിരിക്കും. പക്ഷെ പൈവോട്ട് ടേബിൾ എന്ന് പറയുന്നത് ഫ്ലെക്സിബിൾ അതുപോലെ സമ്മറൈസ്ഡ് ഡാറ്റാസ് ആയിരിക്കും നമുക്ക് അവിടെ തരാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം, ഇൻസേർട്ട് ടാബിനകത്തോട്ട് പോകണം. ഇൻസേർട്ട് ടാബിനകത്താണ് പൈവോട്ട് ടേബിൾ നിങ്ങൾക്ക് ഇവിടെ സൈഡിൽ കാണാൻ പറ്റും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളോട് ചോദിക്കുന്നത് ടേബിളിന്റെ റേഞ്ച് സെലക്ട് ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ അതിന് ആ ടേബിളിന്റെ അവിടെ സൈഡിലായിട്ട് നിങ്ങൾക്ക് ഒരു ബ്ലൂ ബോക്സ് കാണാം. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ടേബിളിന് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സെലക്റ്റഡ് ആയി. ദെൻ വീണ്ടും ആ ബ്ലൂ ബോക്സ് കൊടുക്കാം. ദെൻ നമുക്ക് ന്യൂ വർക്ക്ഷീറ്റ് നമുക്ക് കൊടുക്കാം. പിന്നെ നമുക്ക് ന്യൂ വർക്ക്ഷീറ്റ് കൊടുത്തു ഓക്കെ കൊടുക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ പൈവേർട്ടബിൾ ടൂൾസ് വരുന്നത്. അപ്പോൾ പൈവേർട്ടബിൾ ടൂൾസ് നിങ്ങൾക്ക് റിബൺ, നമുക്ക് പുതിയ ടാബ് നമുക്ക് കാണാൻ പറ്റും. അനലൈസ് അതുപോലെ ഡിസൈൻ, നമുക്ക് ഏത് ഡിസൈനിൽ വേണം, അതുപോലെ അനലൈസ് എന്നുള്ള വേറൊരു ടാബും കൂടി വന്നു. ഇനി നമുക്ക് നമ്മുടെ ആ കിടക്കുന്ന ഡാറ്റാസ്, അതായത് നമ്മുടെ ഷീറ്റ് 5 കിടക്കുന്ന ഈ ഡാറ്റാസിന് നമുക്ക് ഷീറ്റ് 7 കൊണ്ടുവരണം. അപ്പോൾ അതിനെ നിങ്ങൾക്ക് റൈറ്റ് സൈഡ് ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ പൈവോട്ട് ടേബിൾ ഫീൽഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിനകത്ത് താഴെയായിട്ട് ഫിൽറ്റർ, കോളംസ്, റോസ്, വാല്യൂസ്. അപ്പോൾ കോളംസ് എന്ന് പറയുന്നത് ഏതാണ് കോളായിട്ട് വരേണ്ടത്, റോ ഏതായിട്ട് വരണം, അതുപോലെ വാല്യൂസ് എന്താണ് എന്നതാണ് ഇടേണ്ടത്. ഞാൻ കോളത്തിന്റെ അവിടെ ഞാൻ ഡേറ്റ് ഞാൻ കൊടുക്കുകയാണ്. ഡേറ്റ് കൊടുത്തു. അപ്പം എൻ്റെ ഒരൊറ്റ ഡേറ്റേ ഉള്ളൂ, അതുകൊണ്ടാണ് ഒരൊറ്റ ഡേറ്റ് ആയിട്ട് വന്നത്. ദെൻ റോ ബേസ്ഡ് ആയിട്ട് ഞാൻ കൺട്രിയുടെ പേരും കൊടുക്കുകയാണ്. ചുമ്മാ കൊടുക്കുന്നേ ഉള്ളൂ, അല്ലാണ്ട് പ്രത്യേകിച്ച് അതിനകത്ത് ഒരു മീനിങ് ഫുൾ ആയിട്ടുള്ള ഒന്നും ഞാൻ ചെയ്യുന്നില്ല. വെറുതെ ഓരോ ഡാറ്റാസ് കൊടുക്കുന്നതേ ഉള്ളൂ. ഇനി വാല്യൂസിന്റെ ഭാഗത്ത് നമുക്ക് സെയിൽസ് എമൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ ചെറിയ സമ്മറൈസ്ഡ് ഡീറ്റെയിൽസ് ആണ് നമുക്ക് കിട്ടിയത്. എന്താ കൊടുത്തത്, നമ്മൾ ഡേറ്റിനനുസരിച്ച് കൺട്രിക്കകത്ത് വരുന്ന സെയിൽസ് എമൗണ്ടിന്റെ ടോട്ടൽ ആണ് ഇവിടെ കാണിക്കുന്നത്, ഒരു സമ്മറൈസ്ഡ് ഫോർമാറ്റ്. ഇനി ഗ്രാൻഡ് ടോട്ടൽ അല്ല നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ വാല്യൂസിന്റെ അവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഒരു ചെറിയൊരു ഡൗൺ ആരോ കാണാൻ പറ്റും. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനകത്തൊരു കുഞ്ഞു ബോക്സ് വരും. ആ ബോക്സിനകത്ത് വാല്യൂ ഫീൽഡ് സെറ്റിംഗ്സ് കൊണ്ട് കാണാം. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരുവിധ, അതായത് നമ്മുടെ പല ഫങ്ഷൻസ് അവിടെ കാണാൻ പറ്റും. സം, കൗണ്ട്, ആവറേജ്. ഇപ്പൊ ആവറേജ് ആണ് ഞാൻ ക്ലിക്ക് ചെയ്യണമെങ്കിൽ ഓക്കെ കൊടുത്താൽ അവിടെ ആവറേജ് ആയിരിക്കും കാണിക്കാം. അപ്പോൾ നമുക്കപ്പോൾ നമ്മുടെ തന്നിരിക്കുന്ന ആ ഒരു ടേബിളിനെ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു, സമ്മറൈസ് ചെയ്യുമായിരുന്നു. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് മാറ്റി. ഇനിയിപ്പോൾ നമുക്ക് വേണ്ടെങ്കിൽ, നമുക്ക് ഡേറ്റ് കോളായിട്ട് വേണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് അതിനെ എടുത്ത് വീണ്ടും തിരിച്ചു കൊടുത്താൽ തിരിച്ച് അതേ സ്ഥാനത്ത് കൊടുക്കുവാണെങ്കിൽ എന്താണ്, അത് റിമൂവ് ആയി. ഇനി അല്ല എനിക്ക് അവിടെ വേണ്ടത് സിറ്റി ആണെങ്കിൽ സിറ്റി നമുക്ക് കോളത്തിന് അവിടെ കൊണ്ടിടാം. ഇപ്പോൾ ആ കോളത്തിന് അവിടെ എന്തായി, സിറ്റി ആയി മാറി. അപ്പം അതിനനുസരിച്ച് ഡാറ്റയും അവിടെ മാറി കാണുന്നുണ്ട് അല്ലേ, സമ്മറൈസ്ഡ് ആയിട്ട് നമുക്ക് വീണ്ടും കാണുന്നുണ്ട്. ഇനി നമുക്ക് വാല്യൂസിന്റെ അവിടെ ആവറേജ് അല്ല വേണ്ട, സെയിൽസ് എമൗണ്ട് അല്ല വേണമെങ്കിൽ അത് ജസ്റ്റ് ഒന്ന് അവിടെ ടിക്കറ്റ് അത് ഇനാക്റ്റീവ് ആവും. ഇനി ഞാൻ കോസ്റ്റ് പെർ യൂണിറ്റാ വേണമെങ്കിൽ അത് കൊണ്ടിടുകയാണെങ്കിൽ അതായിരിക്കും വരിക. അപ്പോൾ ഇതാണ് എന്ത്, പൈവോട്ട് ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഡാറ്റാസിനെ എങ്ങനെ നമുക്ക് ഒരു ഇന്ററാക്റ്റീവ് ആക്കി മാറ്റാന്നുള്ള 2 ടൂളാണ് വിളിച്ചത്. ഒന്ന് പവർ വ്യൂവും അതുപോലെ പൈവോട്ട് ടേബിളും. അപ്പോൾ വീഡിയോ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.